ഒന്നും ആയില്ലല്ലേ? ഓ എല്ലാ വെരിഫിക്കേഷനും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു വെട്ടി എടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത് മറ്റേ പാൻ കാർഡില്ലേ, വേറെ ഒരു ഗ്രൂപ്പും ഇല്ലാത്തതുകൊണ്ട് പാൻ കാർഡ് ഒറിജിനൽ വേണമെന്ന്. ഇല്ല. ഓ അന്ന് അവർ പറഞ്ഞില്ലേ നമ്പർ മാത്രം മതി, നമ്പർ മാത്രം പറയുന്നതല്ലേ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ പയ്യനെടുത്ത് പറഞ്ഞ് പിന്നെ അവൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നല്ല ആ ഒറിജിനൽ അവരെ വരുമ്പോൾ തന്നെ സെയിം തന്നെ. ഇവരെങ്ങനെ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത്. ആ ലാസ്റ്റ് കണ്ട എല്ലാം അപ്പുറത്തെല്ലാം വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കാണ് ഇവർക്ക് പിന്നെ ഒറിജിനൽ ഇത് വേണമെന്ന് പറഞ്ഞു, പാൻ കാർഡ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നുകൊണ്ടിരുന്ന പയ്യനെ വിളിച്ച് വെരിഫൈ ചെയ്തെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എന്തായാലും അയച്ചിട്ടുണ്ട്. ഇനി വൈകിട്ട് നോക്കുമ്പോൾ അറിയാം തിരുവനന്തപുരത്ത് നിന്ന് വരുമോ എന്നുള്ളത് നോക്കിയാൽ അറിയാമെന്ന് പറയുന്നത്. ഒരു പക്ഷേ നാളെ വന്നാലായെന്നും പറയുന്നു. ഇപ്പോൾ അവർ വീണ്ടും പിന്നെ ഈ ഇതൊക്കെ കൊണ്ട് അവരെല്ലാം വഞ്ചിയിൽ പോയിരിക്കുകയാണ്. വഞ്ചിയിലെല്ലാം കൈ വന്നത്. അത് തന്നെ പറഞ്ഞതാണ്. അന്നേ അരി പറഞ്ഞു കിട്ടി ഇത് അവൻ അവിടെ ജോലി ചെയ്തോന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരാൻ പറ്റില്ല, ഒറിജിനൽ കിട്ടിയാലേ കാര്യം നടക്കുമെന്ന് അവൻ അന്നേ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ ആദ്യം ഇത് മതി, നമ്പർ മതി എന്നല്ലേ പറഞ്ഞത്. ഞാതെ വന്ന് ഇരുന്നാൽ പോലും ഞാനില്ല, കുറേ കാര്യം വന്ന് സ്ഥലം ഇറങ്ങണം, അങ്ങനെ ഇല്ലാതെ ചോദിച്ചു. ഓ ബാക്കിയെല്ലാം ശരിയായിട്ട് കാണിക്കണം ഇനി. അപ്പം ഇനിയിപ്പം അവർ 28 ഡേറ്റ് ഇട്ട് കൊടുത്തേക്കുന്നത് വീണ്ടും. അപ്പം പറഞ്ഞ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് നമ്മൾ ഡേറ്റ് മാറ്റി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഇത് ഇവരെയും കൊണ്ട് അങ്ങ് പോയിരുന്നു. അപ്പം എൻ്റെ അടുത്തൊന്നും അറിഞ്ഞില്ല. അപ്പം എൻ്റെ അടുത്ത് വരാൻ സമയത്ത് അയാൾ ചോദിച്ചു അവിടേക്ക് പോകാൻ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ വന്നിട്ട് ചോദിച്ചില്ല, ഇന്ന് എന്താണെന്ന് അറിയില്ല. ചോദിച്ചു പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങോട്ട് പറഞ്ഞു അവിടെ ഇങ്ങനെ വന്നത് പോയത്. അതിനെ അന്നേ പയ്യൻ അവിടുത്തെ ഭാഗം പറഞ്ഞു ഞാനെന്തറിയാം ജനസേവനത്തിൽ അവൻ വർഷക്കണക്കൊന്നും ചെയ്ത് കൊടുക്കണല്ലേ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വിചാരിച്ചു ഇത് കിട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തിനകം ഇത് നമുക്ക് മറ്റേ സാധനം കിട്ടും. പക്ഷെ അത് വന്നിട്ട് കൊടുക്കണമെന്ന് അല്ലാതെ അന്നേ അവൻ പറഞ്ഞു അപ്പോൾ ആധാറും ഈ പാസ്പോർട്ടൊക്കെ കൊടുത്തെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യും. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കൊണ്ട് ഈ മരണ സർട്ടിഫിക്കറ്റിൽ വിജയനെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അവിടെ കൊണ്ടുവന്ന് വേറെ തിരുത്താൻ പറഞ്ഞു, വിജയനാക്കാൻ പറഞ്ഞു. അതാക്കിയപ്പോൾ പിന്നെ ഈ ആധാർ എടുക്കണമെന്ന് പറഞ്ഞു. ഈ ആധാർ എനിക്ക് പറഞ്ഞുകൂടെ അത് ആ രമ്യ അച്ഛനും മനസ്സിലാവില്ല. അത് എന്തിനാണോ എഴുതിയിട്ടുള്ളത് രമ്യ അച്ഛനും മനസ്സിലാവില്ല. പിന്നെ വെളിയിൽ വന്ന് ഈ ആധാർ എടുത്തു. ഈ ആധാർ എടുത്ത് അങ്ങോട്ട് ചെന്ന് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയത് വിജയന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ പത്ത് ദിവസം കൊടുത്ത് വീണ്ടും വിജയ് ആക്കാൻ പറഞ്ഞു, തിരുത്താൻ പറഞ്ഞു. അങ്ങനെ അതാക്കി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വന്നപ്പോഴാണ് അവർക്ക് പിന്നെ പറഞ്ഞത് ഓർജിനൽ വേണമെന്ന്. ഓ തൽക്കാലം ആവുകൊണ്ട് ഒറിജിനൽ കിട്ടിയേ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. വേറെ പ്രൂഫൊന്നും ഇല്ലല്ലോ കൊടുക്കാനേ, ആധാറും ഇതൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ സത്യം പറയാൻ തല കറങ്ങും. എത്രയും കയറി ഇറങ്ങി പൈസ പോയതല്ല, കയറി ഇറങ്ങി ആട്ടത്തിൽ കിടന്ന് ഓടുന്നു. അതിനും വയ്യ, തൊണ്ടവേദനയും തോന്നി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങളൊന്നും വിഷമിക്കണ്ട, കമ്മിറ്റി വിളിച്ചോളം പറഞ്ഞു വണ്ടി വിളിച്ച് പൈസ കേട്ടാൽ കമ്മിറ്റിൻ്റെ പൈസ ഒന്ന് തടയുന്നു. അപ്പോൾ അതിനിപ്പം കൈവശത്തോട്ട് പോയിരിക്കുകയാണ്. എന്നൊക്കെ ഡയറ്റ് എടുക്കുമ്പോൾ അറിഞ്ഞൂടാ. തിങ്കളാഴ്ചത്തെ കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെടും. അപ്പോൾ അവളും പറഞ്ഞു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓ അതാണ് അവളും പറയുന്നത്. തിങ്കളാഴ്ചത്തേക്ക് ഡേറ്റ് എടുത്ത് വയ്ക്കാം, അപ്പോഴേ ഇത് വരുമെന്നാണ് നമ്മുടെ വിശ്വാസം. മിക്കവാറും ഇന്ന് വൈകിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുമത് എവിടെ എത്തിയെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നാളെ എല്ലാം തയ്യാറെടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും സാധനം അവരവിടെ നിന്ന് അയക്കുമെന്ന് പറഞ്ഞു.
ജാതിയുടെ ഡ്രസ്സും വാങ്ങിയില്ല, ഇവിടെ അനിയൻ ചുറ്റുമായിട്ട് വന്ന് താമസിക്കുന്നു.